എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഭംഗിയായിട്ടുള്ളൊരു പെൺകുട്ടി, കൗമാര പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി. എന്നാൽ 15 വയസ്സായി, 16 വയസ്സായി, 17 വയസ്സായി, ഇതുവരെ പീരീഡ് ഒന്നും വരുന്നേയില്ല. ഈ പീരീഡ് ഒന്നും വരാത്തപ്പോൾ പേടിച്ച് അച്ഛനമ്മമാർ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. ഡോക്ടറെ മകൾക്ക് ഇങ്ങനെ മെൻസസ് വരുന്നില്ല, എന്താ ചെയ്യുക? ഡോക്ടർമാർ ഒരു കാരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യിക്കാൻ പലപ്പോഴും വിടും. കൂട്ടത്തിൽ അൾട്രാസൗണ്ട് സ്കാനും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും, ഹോർമോൺ ടെസ്റ്റും ഒക്കെ ചെയ്യിക്കും. എന്നാലും കാരിയോ ടൈപ്പിങ്ങും ചെയ്യണമെന്ന് പറഞ്ഞു വിടും. കാരിയോ ടൈപ്പിംഗ് ഒക്കെ നോർമലാണ്. അതായത് സാധാരണ സ്ത്രീകളിൽ എന്താണ് കാണുന്നത്? 46XX അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരിയോ ടൈപ്പിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ സ്കാനിങ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ MRIയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുമ്പോൾ കാണുന്നത് എന്താ? യൂട്രസ് ഇല്ല. അതേപോലെ വജൈന, യോനി, അതും ഇല്ല. യൂട്രസ് എന്ന് പറയുന്നത് ഗർഭപാത്രം, വജൈന എന്ന് പറയുന്നത് യോനി, അതൊന്നുമില്ല. എന്നാൽ 2 അണ്ഡാശയങ്ങളും നല്ലപോലെ ഉണ്ട്, ആ നോർമൽ സൈസൊക്കെ ഉണ്ട്. അണ്ഡാശയങ്ങളിൽ നിന്നും ഹോർമോണുകളും നോർമലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടാകും. അത് കാരണമാണല്ലോ അവർക്ക് ആ ഒരു സ്ത്രൈണ രൂപവും അതുപോലെ രോമ വളർച്ചയും മാറിടങ്ങളുടെ വളർച്ചയും അതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ യൂട്രസും വജൈനയും ഒന്നും ഇല്ലാത്ത സ്ത്രീകളും ധാരാളം ഉണ്ട്. ഒരുപാട് കുറവെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 4000-4500 സ്ത്രീകളിൽ ഒരാൾക്ക് ഈ ഒരു അവസ്ഥ നേരിടാം. ഇതിനെ ഒരു 4 ആളുകൾ ചേർന്നാണ് ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് ഇങ്ങനൊരു അവസ്ഥയെക്കുറിച്ച് വിവരിച്ചത്. അപ്പോൾ ഈ 4 ആൾക്കാരുടെ പേരിലാണ് ഈ ഒരു അവസ്ഥ അറിയപ്പെടുന്നത്. അത് മേയർ റോക്കിറ്റാൻസ്കി കുസ്റ്റർ ഹൗസർ സിൻഡ്രോം, അതായത് MRKH സിൻഡ്രോം എന്നാണ് ഈ അവസ്ഥ നേരിടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ വിശേഷിപ്പിക്കുന്നത്. ഇതിന് വേറെയും കുറേ പേരുണ്ട്. മുള്ളേറിയൻ അജനിസിസ്, മുള്ളേറിയൻ അപ്ലേസിയ, മുള്ളേറിയൻ ഡിസ്ജനിസിസ്, അല്ലെങ്കിൽ വെറുതെ റോക്കിറ്റാൻസ്കി സിൻഡ്രോം, ഇങ്ങനെ പല നാമങ്ങളിൽ ഇത് അറിയപ്പെടുന്നതുണ്ട്. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താ? MRKH സിൻഡ്രോം എന്നാണ്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയുള്ള ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ യുവതികളിൽ 2 ടൈപ്പ് ഈ MRKH സിൻഡ്രോമാണ് കാണുന്നത്. ഒന്ന് ടൈപ്പ് 1 അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് 2. ടൈപ്പ് 1-ൽ ഇങ്ങനെ യൂട്രസും വജൈനയും മാത്രമേ ഇല്ലാതെയുള്ളൂ. ടൈപ്പ് 2-ലാകട്ടെ ഇതിനോടൊപ്പം ചിലപ്പോൾ കിഡ്നിയിലുള്ള ഏതെങ്കിലും അപാകതകൾ, അതല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഏതെങ്കിലും അപാകതകൾ, അതല്ലെങ്കിൽ ചെവിയുടെ വേറെ ഏതെങ്കിലും അപാകതകൾ, ഇതെല്ലാം കൂടി കാണാം. വേറെ ഏതെങ്കിലുമൊക്കെ അപാകതകളും കാണാം. സാധാരണ നമ്മൾ ഈ ടൈപ്പ് 1 കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വിവാഹജീവിതം പറ്റില്ലേ? അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അവർക്ക് ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടാൻ പറ്റില്ലേ ഒരു പങ്കാളിയുടെ കൂടെ? തീർച്ചയായിട്ടും പറ്റും. ഇന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വിവാഹാലോചനയൊക്കെ വന്ന് വിവാഹമൊക്കെ കഴിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ആ ഒരു ലൈംഗിക ബന്ധത്തിലൊക്കെ ഇനി ഏർപ്പെടാൻ പോകുന്നു എന്ന ആ സമയം വരുമ്പോൾ അതിനൊരു 1 മാസമോ 2 മാസമോ തൊട്ട് മുൻപ് നമുക്ക് വജൈനോപ്ലാസ്റ്റി, അതായത് നിയോ വജൈനൽ ക്രിയേഷൻ, അതായത് വജൈന ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വജൈന ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓപ്പറേഷൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് വളരെ വിജയപൂർവ്വം നടത്തുന്നുണ്ട്. ഈ വജൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നമുക്കൊരു മോൾഡ് പോലെ തരും. നമുക്ക് അതിട്ടിട്ട് നമുക്ക് പതുക്കെ ആ വജൈനയുടെ ആ സ്പേസ് ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം വിവാഹശേഷം നമ്മൾ സ്ഥിരമായിട്ട് ബന്ധപ്പെടുമ്പോൾ, സ്ഥിരമായിട്ട് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ വജൈന അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നീട് അത് ചുരുങ്ങിപ്പോകുകയോ അതില്ലാതാവുകയോ ഒന്നും ഇല്ല. അപ്പോൾ ആ കാര്യം സോൾവായി. പിന്നെ കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുമ്പോൾ അണ്ഡാശയങ്ങളുണ്ട്, അതായത് ഓവറീസ് ഉണ്ട്. അതിനർത്ഥം എന്താ? അണ്ടങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അണ്ടങ്ങളുണ്ട്. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ബീജവുമുണ്ട്. അപ്പോൾ അണ്ടവും ബീജവും എടുത്ത് സംയോജിച്ച് അവരുടെ തന്നെ ആ ഒരു ഭ്രൂണം ഉണ്ടായ ശേഷം അത് 9 മാസം വളരുവാനുള്ള ഗർഭപാത്രം മാത്രമേ ഇല്ലാതെയുള്ളൂ. അതിനും ഇന്നത്തെ കാലത്ത് നമുക്ക് സറോഗസി, അതായത് വാടക ഗർഭം അല്ലേ, സറോഗേറ്റ് മദറിനെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ തന്നെ കുഞ്ഞിനെ കിട്ടാവുന്നതാണ്. ശരിയാണ്, സാധാരണ എല്ലാവരും ചെയ്യുന്ന ആ സ്വാഭാവികമായ വഴി കൂടി അല്ല നമുക്ക് ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ ജീവിതം പോകുന്നത്. എന്നിരുന്നാൽ പോലും അവർക്ക് ഒരു തലത്തിലും ഒരു കുറവും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇന്നത്തെ കാലത്ത് ഇത്രയധികം സംവിധാനങ്ങൾ ഉള്ളപ്പോൾ. വജൈനോപ്ലാസ്റ്റി നിർമ്മിക്കുന്ന വഴി നമുക്ക് ഈ ലൈംഗിക ബന്ധത്തിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഒരു തരത്തിലുള്ള വേദന, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതേപോലെ സറഗേറ്റ് മദറിനെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ തന്നെ അണ്ടവും നമ്മുടെ ഭർത്താവിൻ്റെ തന്നെ ബീജവും ഉപയോഗിച്ച് നമ്മുടെ തന്നെ കുഞ്ഞിനെ ലഭിക്കാവുന്നതുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാണാനൊക്കെ മിക്ക പെൺകുട്ടികളും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ.
അപ്പോൾ 16 വയസ്സ് 17 വയസ്സ് കഴിഞ്ഞിട്ടും നമുക്ക് പീരിയഡ്സ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണിക്കേണ്ടതാണ്. കാരിയോടൈപ്പിംഗ് മാത്രം ചെയ്താൽ പോരാ. ഈവൻ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലും നോർമലായിരിക്കും. കാരണം ഓവറീസ് പ്രവർത്തിക്കുന്ന കാരണം നമ്മൾ ഈ ഹോർമോൺസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നോർമലായിരിക്കും. സംഭവം യൂട്രസും വജാനയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ യൂട്രസും വജാനയും ഇല്ല എന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ പേരൻസിന് ടെൻഷനായി, അയ്യോ അപ്പോൾ വജാനയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കുക, അപ്പോൾ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യൂ ഡോക്ടറെ എന്ന് പറയും. എന്നാൽ അപ്പം തന്നെ അല്ല ചെയ്യേണ്ടത്, വിവാഹത്തിന് തൊട്ട് മുൻപ്, അതല്ലെങ്കിൽ ലൈംഗിക ആ ജീവിതം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതിന് ഒരു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരുപാട് മുൻപ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ ഒരുപാട് പേരുണ്ട്, ഇങ്ങനത്തെ യുവതികൾ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമായിട്ടൊരു ഗ്രൂപ്പുമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു പെൺകുട്ടി, ഒരു മലയാളി പെൺകുട്ടി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ, നമ്മുടെ ഈ ചാനലിൻ്റെ ഫോളോവറാണ് തോന്നുന്നു, ആ പെൺകുട്ടി എനിക്കൊരു മെയിൽ അയച്ചിരുന്നു കേട്ടോ, ഇമെയിൽ അയച്ചിരുന്നു. മാം, ഇങ്ങനെയുള്ള ഈ സിൻഡ്രോമുള്ള ഈ പെൺകുട്ടികൾ, ഇവരും എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള സ്ത്രീകളാണ്, ഇവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. ഇവരെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ വളരെ സ്ട്രെയിഞ്ചായിട്ട് ഇതെന്താ ഇതിങ്ങനെ എന്ന് പറയാതെ ഇവർക്കും ജീവിക്കാനുള്ള അവകാശം കൊടുക്കണം, ഇവർക്കും സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്, ഇവർക്കും എല്ലാം പറ്റും, മറ്റുള്ളവർക്ക് പറ്റുന്ന എല്ലാം പറ്റും എന്ന് മാഡം ഒന്ന് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം എല്ലാവർക്കും നൽകണം. പലർക്കും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നെനിക്ക് മെയിൽ ചെയ്തിരുന്നു. ശരിയെന്ന് ഞാൻ ആ കുട്ടിയോട് പറയുകയും ചെയ്തിരുന്നു. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിട്ടുപോയതല്ല, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ കാരണം കൊണ്ടാൽ നമ്മളതങ്ങനെ നീട്ടിപ്പോയി. ഇന്ന് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട. നിങ്ങൾ തക്കതായ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വിവാഹത്തിനെല്ലാം മുൻപ് ഈ വജാനോപ്ലാസ്റ്റി എല്ലാം ചെയ്യിച്ച് വിവാഹശേഷം നമുക്ക് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ സർഗസി ആ ഒരു രീതിയിലൂടെ നമുക്ക് പോകാവുന്നതാണ്. റൈറ്റ്? ഈ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് ആളുകളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുള്ളവർ തന്നെ ഒന്നുകിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കതുണ്ടായിരിക്കും. അതല്ലാതെ ഇതിനെക്കുറിച്ച് അധികം ആരും കേട്ടിരിക്കാൻ വഴിയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ പലരും ഇങ്ങനെ മൂക്കത്ത് വിരൽ വയ്ക്കുന്നുണ്ടാവും.